ഹിജാബ് വിട്ടുകൊണ്ടവർ മക്കയോട് മണ്ണിലതാ നടന്നതല്ലേ. അതേ ഹിജാബ് വിട്ടുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന പെണ്ണിന്റെ കാലം വന്നാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മാരിവന്റെ വാങ്കുഴി കേൾക്കുമ്പോൾ ടൂ വീലറും എടുത്തോണ്ട് സുള്ളിയിലേക്ക് കറങ്ങാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാവിന്റെ സമയത്ത് ഇത്തിരി പോന്ന മൊബൈലിനകത്ത് പബ്ജി എന്ന ഗെയിമും ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ വെടിവെച്ച് കളിക്കുന്ന എന്റെ യുവ സമൂഹമേ, നിന്റെ ചൂണ്ടൻ വിരലില്ലേ അത് നിന്റെ മൊബൈലിന്റെ കീബോർഡ് നിൽക്കാനുള്ളതല്ല, www.com വാതിൽ തുറക്കാനുള്ളതല്ല. നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ മയ്യത്തെ കൊണ്ടുപോയി കബറിൽ വെച്ചതിന് ശേഷം മുങ്കറിന് കീറും കടന്നു വരുന്നതിന് മുമ്പ് ഒരു മലക്ക് കടന്നു വരുമത്രേ. ആ മലക്കിന്റെ പേരാണ് റഹ്മാൻ എന്ന മലക്ക് വന്ന് ചോദിക്കുമത്രേ, നീ പ്രായപൂർത്തിയായ അന്ന് മുതൽ തൊട്ട് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ഒന്നെഴുതുക. ആ സമയത്ത് റഹ്മാൻ എന്ന മലക്കിനോട് മയ്യത്ത് പറയുമത്രേ, എന്റെ കയ്യിൽ എഴുതാൻ പേനയില്ല, എന്റെ കയ്യിൽ എഴുതാൻ കടലാസില്ല, കടലാസില്ലാതെ പേനയില്ലാതെ ഞാൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് റഹ്മാൻ എന്ന മലക്ക് മയ്യത്തിനോട് പറയുമത്രേ, നിന്റെ ചൂണ്ടം വിരലില്ലേ അതിനെ പേനയാക്കടോ, നിന്റെ ഉമനീരില്ലേ അതിന് മഷിയാക്കടോ, നീ പുതിയ വെള്ള വസ്ത്രമില്ലേ അതിനെ പേപ്പറാക്കടോ, എന്നിട്ട് നിന്റെ ചൂണ്ടം വിരൽ ഉമനീരിലേക്ക് മുക്കിക്കൊണ്ട് കഫൻ തുണിയുടെ അറ്റത്തിൽ നിന്ന് നീ എഴുതാൻ തുടങ്ങണം. നീ മദ്യപിച്ചെങ്കിൽ, നീ അന്യവന്റെ ഫസാദ് പറഞ്ഞെങ്കിൽ, നീ കളവ് പറഞ്ഞെങ്കിൽ, അങ്ങനെ ഓരോന്നായി എഴുതിപ്പിക്കുമെന്ന് ലോകത്തിന്റെ നേതാവേ നബി മുഹമ്മദ് മുസ്തഫ 1000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ ഹബീബ് കടന്നു വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന പെങ്ങളെ, ഒരു പെൺകുട്ടി പ്രസവിച്ചതാ പായയിൽ തുടിപ്പോടെ വെടിപ്പോടെ കിടക്കുന്ന സമയത്ത് ആ പെണ്ണിനെ എടുത്തുകൊണ്ട് പോയി ജീവനോട് കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ഒരു പെൺകുട്ടിയെ 15 വയസ്സ് വരെ വളർത്തിയ വാപ്പാ നിനക്ക് സ്വർഗമുണ്ടടാ, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചേക്കാൻ വേണ്ടി സഹായിക്കുന്ന കുടുംബമേ നിനക്ക് സ്വർഗമുണ്ടടാ എന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളിൽ ഒരുവൻ പറഞ്ഞതല്ല, ലോകത്തിന്റെ നായകനെ മാണിക്യ